നമസ്കാരം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം ഉപവാസം, ഫാസ്റ്റിംഗ്. എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഫാസ്റ്റിംഗ്. ഞാനിന്ന് ഫാസ്റ്റിംഗ് എടുത്തു, ഞാൻ നാളെ മുതൽ ഫാസ്റ്റിങ്ങിലാണ്, രാവിലെ ഭക്ഷണം കഴിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാറില്ലേ നമ്മൾ? എന്താണ് ഈ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഉപവാസം? സംസ്കൃതത്തിൽ ലംഘനം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ലംഘനം പരമൌഷധം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പലപ്പോഴും. ഭക്ഷണം ഒരു നേരം കഴിക്കാനില്ലെങ്കിൽ അത് ഫാസ്റ്റിംഗ് അല്ല, അത് പട്ടിണിയാണ്. പട്ടിണി നിശ്ചയമായും ദോഷകരമാണ്. അത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ ബാധിക്കും. അതേസമയം ഉപവാസം നമ്മുടെ ശരീരത്തിന് വളരെ ഗുണകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. ശാരീരികമായും മാനസികമായും ആധ്യാത്മികമായിട്ടൊക്കെ നമ്മൾ വളരെ ഉയർന്ന തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ തിരിച്ചറിയണം, പട്ടിണി ഉപവാസമല്ല, ഉപവാസം പട്ടിണിയല്ല. ഉപവാസം വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്, നേരത്തെ പറഞ്ഞുവല്ലോ. അത് സന്തോഷപൂർവ്വം നമ്മൾ അത് അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ശരീരം കൂടുതൽ ആരോഗ്യത്തിലേക്കും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കൊക്കെ കടന്നു വരും. ആരെല്ലാം ഉപവസിക്കാൻ പാടില്ല എന്ന് നമുക്ക് നോക്കാം. കുട്ടികളും കൗമാരക്കാരും ഉപവസിക്കേണ്ടതില്ല. കാരണം അവർ വളർച്ചയിലേക്കുള്ള ഒരു പാതയിലൂടെ കടന്നു പോവുകയാണല്ലോ. പിന്നീട് വരുന്ന കൂട്ടർ കരൾ രോഗമുള്ളവർ, വൃക്കരോഗമുള്ളവർ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ, പ്രമേഹത്തിന് ഇൻസുലിൻ എടുക്കുന്നവർ, മരുന്ന് കഴിക്കുന്നവർ, ഇവരെല്ലാം ഉപവസിക്കേണ്ടതില്ല. അതേപോലെ തന്നെ അനീമിക്കായിട്ടുള്ളവർ, പോഷക കുറവുള്ളവർ, ഇവരെല്ലാം ഉപവാസത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ്. ആരോഗ്യമുള്ള വ്യക്തികൾ സ്വന്തം ഇഷ്ടപ്രകാരം സ്വമനസാലെ ഉപവാസം എടുക്കുന്നത് വളരെ നല്ലതാണ്. ഉപവാസത്തിന് തലേ ദിവസം കട്ടിയായ ആഹാരങ്ങൾ പരമാവധി ഒഴിവാക്കി ധാരാളം പച്ചക്കറികളും പഴങ്ങളും ശുദ്ധജലവും കഴിച്ചുകൊണ്ട് ഉപവാസത്തിന് ഒരു മുന്നൊരുക്കം നടത്തിക്കൊണ്ട് പിറ്റേ ദിവസം ഉപവാസത്തിലേക്ക് കടക്കുന്നത് വളരെ നല്ലതാണ്. ഉപവാസത്തിന് ശേഷം കട്ടിയായ ആഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുക, പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലവും ധാരാളം കുടിക്കുക. പിന്നെ തുടർന്നുള്ള ദിവസങ്ങൾ സാധാരണ പോലെ നമുക്ക് ഭക്ഷണം തുടർന്ന് കഴിക്കാവുന്നതാണ്. ശരീരത്തിനും മനസ്സിനും സുഖകരമായ ഒരവസ്ഥ ഉപവാസത്തിലൂടെ നമുക്ക് കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ട. നിരന്തരമായ പരീക്ഷണങ്ങളിലൂടെ ഉപവാസത്തിലൂടെ സ്വയം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ കഴിയും, ഉപവാസം കൊണ്ട് നമുക്ക് ദോഷം ഒരിക്കലും വരികയില്ല, നന്മ മാത്രമേ വരികയുള്ളൂ. പട്ടിണി നമുക്ക് ദോഷം ചെയ്യും, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യനില പാടെ തകർക്കും. ആരും ഒരു ദിവസം പെട്ടെന്ന് പൂർണ്ണമായിട്ട് ഒരു ദിവസവും ഉപവസിക്കരുത്. അതിനു മുൻപ് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടത്തെ ഭക്ഷണമോ വേണ്ടത് വെച്ച് ഉപവസിച്ച് നോക്കുക. അതിനുശേഷമേ പൂർണ്ണ ഉപവാസത്തിലേക്ക് കടന്നു വരാവൂ. അങ്ങനെ പൂർണ്ണ ഉപവാസത്തിലേക്ക് വരുന്ന ദിവസം നമുക്ക് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണം. കഠിനമായ ജോലികളൊന്നും അന്ന് ചെയ്യരുത്. ശാന്തമായ അവസ്ഥയിൽ അല്പനേരം ലഘു പ്രാണായാമങ്ങൾ ചെയ്യാം, ശവാസനത്തിൽ വിശ്രമിക്കാം, നല്ല പാട്ടുകൾ കേൾക്കാം, ശരീരത്തിന് ശാന്തമായ ഒരു അവസ്ഥ ഒരുക്കി കൊടുക്കണം. നല്ല ബുക്കുകൾ വായിക്കാം, മതഗ്രന്ഥങ്ങൾ വായിക്കാം, സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കാം. അങ്ങനെ ശാന്തമായ ഒരു ദിവസം ഇതിനായിട്ട് മാറ്റിവെക്കണം. അന്ന് മറ്റു ജോലികളിൽ ഏർപ്പെടരുത്. ഒരു ശരീരത്തിന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റായിരിക്കും ഒരു ദിവസത്തെ പൂർണ്ണ ഉപവാസം. നമുക്കൊരു ദിവസം പെട്ടെന്നൊരു അവധി കിട്ടുമ്പോൾ എത്ര സന്തോഷമായിരിക്കും. അതേ സന്തോഷമാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത്. ഈ ഇടവേള അല്ലെങ്കിൽ ഈ അവധി കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ആന്തരിക അവയവങ്ങൾ
അതായത് ഹൃദയം മുതൽ ആമാശയം, ചെറുകുടൽ, വൻകുടൽ, പാൻക്രിയാസ്, കരൾ, വൃക്കകൾ ഇവയെല്ലാം ഒരു വിശ്രമാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. അവരുടെ അധ്വാന ഭാരം കുറയും. ആ സമയം മുഴുവൻ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ശുദ്ധീകരണത്തിലൂടെ നമ്മുടെ പല അസ്വസ്ഥതകളും രോഗങ്ങളും മാറ്റിയെടുക്കുവാനും സാധിക്കും. മാസത്തിൽ ഒരിക്കലോ 2 തവണയൊക്കെ പൂർണ്ണ ഉപവാസം എടുത്തുകൊണ്ട് ആരോഗ്യകരമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരും. എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം, സ്കിപ്പ് ചെയ്ത് കളയരുത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.